ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് കത്തിക്കഥ കേട്ടാലോ? അപ്പൊ എല്ലാവരും ഇന്ന് എൻ്റെ കത്തി കേൾക്കാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് ഈ കത്തികളെ പറ്റിയിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മളെല്ലാവരും തന്നെ പല പല രീതിയിലുള്ള കത്തികൾ ഓരോ ദിവസവും നമ്മളെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ് അല്ലേ, കിച്ചണിൽ. അപ്പൊ അതിന് ഞാൻ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കാട്ടോ, നിങ്ങളും ഇതിൽ ഏതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. ചിലർക്ക് ചില കത്തികള് ഭയങ്കര ഒരു പേഴ്സണൽ ചോയ്സ് ആയിരിക്കും. അവർക്ക് എല്ലാ ആവശ്യത്തിനും അത് തന്നെ മതിയാവും. ആ ഒരു കത്തി വെച്ചിട്ട് തന്നെ മീൻ വെട്ടാനും പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ വെട്ടാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും ഒരു കത്തി മതിയാവും. പക്ഷേ ഞാൻ പലതിനും ഡിഫറെന്റ് ആയിട്ടുള്ള കത്തികളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കും അതൊക്കെ നോക്കൂ, നല്ല യൂസ്ഫുൾ അല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ അതിലെ ഫേവറേറ്റ് കത്തി എന്റേത് ഇതാണ്. ഇതുപോലത്തെ ഈ പല്ലുള്ള കത്തി വെച്ചിട്ടാണ് എനിക്ക് കൂടുതൽ ഇങ്ങനത്തെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട്, അത് നമുക്ക് പേടിക്കാതെ, കൈമുറിയൊന്നും പേടിയില്ലാതെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുമ്പോഴും ആ ഒരു കത്തി നല്ലതാണ്. ഇനി നമുക്ക് അടുത്തത് ഈ ഒരു പീലർ നോക്കാം. ഇത് രണ്ടും പീലർ തന്നെയാണ്, പക്ഷേ ഒരു പീലറിന് ഒരു 3 ബ്ലേഡുകൾ ഉണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് കുറച്ച് ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് സിമ്പിൾ ആയിട്ട് പീലർ എല്ലായിടത്തും ഉണ്ടാവും. ഇതുപോലത്തെ ഒരു സിമ്പിൾ സാധനം എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. അപ്പം സാധാരണ പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സിമ്പിൾ പീലറാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ടാകുമ്പോൾ നമ്മളിങ്ങനെ അവിടുന്ന് അപ്പുറത്തുനിന്നും ഇങ്ങോട്ട് താഴോട്ട് വലിച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾക്ക് സാധാരണ ഡെയിലി ആവശ്യത്തിന് ഇത് മതി. പക്ഷേ നമുക്ക് മറ്റേ പീലറിന്റെ ആവശ്യം വരുന്നത്, നമുക്ക് ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോഴോ ഒന്ന് സാലഡ് ഒക്കെ ഉണ്ടാക്കി ഡെക്കറേറ്റ് ചെയ്ത് വെക്കണമെങ്കിലോ അങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിനൊക്കെ നമുക്ക് ഈ ഒരു പീലർ എടുത്താൽ ഇതിന്റെയൊക്കെ തൊലി പീൽ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. പിന്നെ നമുക്ക് സാലഡ് ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് 3 തരം ബ്ലേഡുള്ള പീലറാണ് ഇത്. അപ്പൊ ഇത് നല്ലൊരു സാധനമാണ്. ഇതാകുമ്പോഴും ചെറുത് ഭയങ്കര ഹാൻഡി സാധനമാണല്ലോ. അപ്പൊ നമുക്കത് സൂക്ഷിക്കാനോ എടുത്ത് ഉപയോഗിക്കാനോ ഒക്കെ ചെറിയൊരു സാധനമല്ലേ. അപ്പൊ അത് വാങ്ങിക്കാനാണെങ്കിലും അത്ര വില ഒന്നുമില്ല, നല്ല ഇതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ടാണ് ആ ഒരു പല്ല് കാണുന്ന അത് വെച്ചിട്ട് നമ്മൾ പിന്നെ അത് ഓരോന്ന് ബ്ലേഡ് ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പം ആ ഒരു ബ്ലേഡിന്റെ എന്താണോ ഫങ്ഷൻ അത് വരും. അപ്പൊ അത് നമുക്കിത് പീൽ ചെയ്യാനാണെങ്കിൽ നമുക്കത് നേരത്തെ ഞാൻ കാണിച്ചു. ഇതിപ്പോ അടുത്ത ബ്ലേഡാണ്. അടുത്ത ബ്ലേഡിൽ പീൽ ചെയ്യുമ്പോൾ കണ്ടോ, ഇങ്ങനെ ഒരു ലൈൻസ് ആയിട്ടാണ് അത് പീൽ ചെയ്ത് വരുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ സാലഡൊക്കെ കഴിക്കാനോ, നമുക്ക് പിന്നെ ഗസ്റ്റ് ഒക്കെ വരുമ്പം ഇത് വെച്ചിട്ട് നമ്മൾ സാലഡൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുമല്ലോ, പല പല ഷേപ്പില് ആക്കിയിട്ടൊക്കെ അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതാണ്. പിന്നെ ഇത് പൊട്ടറ്റോ ഫ്രൈസ് ഒക്കെ ഈ ഒരു ഷേപ്പ് കണ്ടിട്ടില്ലേ, അതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ വരകളായിട്ട്, അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഞാനിപ്പോ ഈ രണ്ടാമത് പീൽ ചെയ്ത് ആ ഒരു ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിലാണേ വരിക. അപ്പൊ ഇങ്ങനത്തെ പണികളൊക്കെ നമുക്ക് പിള്ളേരെ കൊണ്ടും ചെയ്യിപ്പിക്കാം. അപ്പൊ എന്താ വെച്ചാൽ അവർക്കും ഇങ്ങനത്തെ ഒക്കെ സ്പെഷ്യൽ ഒരു ഇത് കാണുമ്പോൾ നല്ല ചെയ്യാനും ഇൻട്രസ്റ്റ് ആയിരിക്കും, ഇതൊക്കെ കഴിക്കാനും വേണ്ടിയിട്ടും ഇൻട്രസ്റ്റ് ആയിരിക്കും. ഈ അടുത്ത മൂന്നാമത്തെ ബ്ലേഡില് കണ്ടോ, ഇതിലെ കൊണ്ട് നല്ല രസമാണ്. നമുക്ക് വെറുതെയെങ്കിലും തന്നെ നമുക്ക് കുട്ടികൾക്കും നല്ല വലിയ ആൾക്കാർക്കും ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അത് കാണാൻ. കഴിക്കാനാണെങ്കിലും നല്ല രസമാണ്. പിന്നെ നമുക്കിത് എന്തെങ്കിലും ബിരിയാണിയോ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ, എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡൊക്കെ വെക്കുമ്പം ഇങ്ങനെ പിക്കിള് പോലെ ഉണ്ടാക്കുമല്ലോ, പിക്കിള് പോലെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതേപോലെ ആക്കിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് വിനാഗിരിയും ഇതൊക്കെ വെച്ചിട്ട് പിക്കിള് പോലെ ആക്കിയിട്ട് ചെയ്യുന്നതിലേക്കൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കാണുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കുമല്ലോ. അപ്പം ഗസ്റ്റുകൾക്കൊക്കെ നല്ല ഇഷ്ടാവുകയും ചെയ്യും. പിന്നെ കുട്ടികൾക്കും ഇതിങ്ങനെയുള്ള ഈ നൂഡിൽസ് പരുവത്തിലിരിക്കുന്ന കുക്കുംബർ നല്ല രസമാണ് കാണാനും കഴിക്കാനും. നല്ല നമുക്ക് അങ്ങനെ കുക്കുംബർ കഴിക്കുന്ന ഒരു ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇത് തോന്നുകയില്ല. അപ്പൊ അത്രയും 3 കാര്യങ്ങളാണ് അതിനെ കൊണ്ടുള്ള ഉപകാരം. ഇനി അടുത്തത് നമുക്കിങ്ങനെ വേറെ ഈ ചോപ്പർ നോക്കാം. ഈ ചോപ്പറാണ് പിന്നെ ഞാൻ എൻ്റെ അടുത്ത മെയിൻ സാധനങ്ങളെ. ഇത് കുറച്ച് വലിയൊരു സാധനമാണ്. പിന്നെ ആദ്യം കാണിച്ചത് ഹാൻഡി ആയിട്ടുള്ളൊരു സാധനം. ഇത് അപ്പൊ ഇതിൽ തന്നെ ചോപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അവിടെ നമ്മളെ കേരളത്തിലെ എല്ലാ ജനങ്ങളുടെ അടുത്തും ഉണ്ടാവുന്ന ഒരു ചോപ്പർ ആയിരിക്കും ഇത്. പക്ഷെ നല്ല സിമ്പിൾ ആണെങ്കിലും ബട്ട് പവർഫുൾ എന്ന് പറഞ്ഞ പോലെ നല്ല പവർഫുൾ സാധനമാണ്. ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് വേഗം കൈകൊണ്ട് വെച്ചിട്ട് കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ അതൊക്കെ കഴുകി എടുത്തു വെക്കാനും ഒക്കെ നല്ല ഉപയോഗിക്കാൻ നല്ല എളുപ്പമുള്ള സാധനമാണല്ലോ. എല്ലാ വീട്ടിലും മിക്കവാറും കാണും ഇത്. ഇതിൽ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്, നമ്മൾ ഈ ഫ്രൈഡ് റൈസ് പോലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ അരിഞ്ഞിരിക്കാതെ ഞാൻ ഇതിൽ വെച്ച് അങ്ങ് ചോപ്പ് ചെയ്യാം.
അപ്പൊ ഇതിൽ ചോപ്പ് ചെയ്യുമ്പോൾ നല്ല ചെറുതായി ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അതിലങ്ങ് ചോറിൽ ബ്ലെൻഡ് ആയിക്കോളും. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് നിൽക്കുന്നത് നമുക്ക് അത്ര ഇഷ്ടമല്ല, കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയായിട്ട് അങ്ങ് ചോറിന്റെ കൂടെ അങ്ങനെ നിന്നോളും. ഇതേപോലുള്ള വലിയ പീസുകളാവുമ്പം ഈ സെപ്പറേറ്റ് ഇങ്ങനെ കടിക്കുമ്പം പിന്നെ ബീൻസും ഒക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ അത്ര ഒരു ഇതുണ്ടാവില്ല. ഇതിൽ ചോപ്പ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ആകുമ്പോൾ നല്ല ചോറിന്റെ കൂടെ ബ്ലെൻഡ് ആവും. പിന്നെ അതുപോലെ തന്നെ ഉള്ളി ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വാടണമെങ്കിൽ അതേപോലെ തന്നെയാണ് ചില ടൊമാറ്റോസും തക്കാളികളും ഇതേപോലെ നല്ല കട്ടിയുള്ളതാണെങ്കിൽ നമ്മൾ എത്ര വാട്ടിയാലും കുറെ ടൈം എടുക്കും അതൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാലും കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലിങ്ങനെ കഷ്ണമായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോഴും ഇതേപോലെ നമുക്ക് എത്ര നന്നായിട്ടാണോ അത് ചോപ്പായിട്ട് വരേണ്ടത് അത്ര പ്രാവശ്യം ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല പേസ്റ്റ് രൂപത്തിൽ വരും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വാടുന്ന പരിപാടിയും പെട്ടെന്ന് കഴിയും. കറിക്കൊക്കെ ഒരു നല്ലൊരു പിന്നെ തിക്നെസ്സും വരും. പിന്നെ ഇതാണെങ്കിൽ എടുത്തു വെക്കാനും ഒക്കത്തിനും നല്ല എളുപ്പമാണല്ലോ, കഴുകാനും പിടിക്കാനും എല്ലാത്തിനും ഇതാണ്. അപ്പൊ ഈ ഒരു സാധനം കൊണ്ട് നമ്മൾ ഇത്രയും 3 കാര്യങ്ങളാണ് ചെയ്തത്, ഇതുപോലുള്ള ചോപ്പ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എല്ലാം ഇങ്ങനെ ചോപ്പായിട്ടേ ഇങ്ങനെ വരികയുള്ളൂ എന്നുള്ളതാണ്. അപ്പം അതിന്റെ ഒരു കുറവ് പരിഹരിക്കാനാണ് നമുക്ക് ഈ ഒരു ഗ്രേറ്റർ. ഈ ഒരു ഗ്രേറ്ററിൽ 3 ടൈപ്പ് ബ്ലേഡുകളുണ്ട്. ഇതിങ്ങനെ കുറച്ച് നമ്മൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് വലുതായിട്ട് വരുന്നത്, ഇതാണെങ്കിൽ രണ്ടാമത്തത് ചെറുതായിട്ട് വരുന്നത്, നല്ല അരി പോലെ വരുന്നതാണത്. പിന്നെ മറ്റേത് നീളത്തിൽ ഉള്ളിയൊക്കെ അരിയാൻ പറ്റുന്നത്. പിന്നെ ഇത് നല്ല ഒരു ഹാൻഡി ആയിട്ടുള്ള സാധനമാണ്. ഇതാണ് നമ്മൾ ഡെയിലി എന്ന് പറയുന്ന പോലെ അധികം യൂസ് ചെയ്യുന്നുണ്ടാവുക ഈ ഒരു സാധനമാണ്. കാരണം ഇത് നമുക്കൊരു സ്പൂണോ മറ്റോ എടുത്ത് ഉപയോഗിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സാധാരണ നമ്മൾ ചീസൊക്കെ ഇങ്ങനെ ഷ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് യൂസ് ചെയ്യാറ്. പക്ഷെ നമുക്ക് ഒരു ഇത്തിരി ക്യാരറ്റ്, ഇത്തിരി ബീട്രൂട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ആവശ്യത്തിന് വേഗം എടുത്തിട്ട് അത് കഴുകി വെക്കാനും കൂടി എളുപ്പമാണ്. ഇനി നമുക്ക് ഈ ഒരു ചോപ്പറിന്റെ ഉപയോഗം നോക്കാം എങ്ങനെയാന്ന്. ഇത് നല്ല സാധനമാണ്, പിന്നെ കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ സ്റ്റീലും കാര്യങ്ങളും ഒക്കെ ഭയങ്കര നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഇതിന്റെ ഈ ഒരു ബ്ലാക്ക് ഭാഗമാണ് ഇങ്ങനെ നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പ്രസ് ആവുന്നത്. പക്ഷെ ഇതിപ്പോ കുറെ വർഷങ്ങളായതുകൊണ്ട് അതിന്റെ ആ ഒരു പ്രസ്സിങ്ങിന്റെ ഇതൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ഞാൻ മേലെ ഇത് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മളിങ്ങനെ മേലെ വെജിറ്റബിൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഫോഴ്സിൽ അത് അവിടെ അങ്ങനെ നിന്നോളും. അപ്പൊ നമുക്ക് എങ്ങനത്തെ ഏത് ഷേപ്പിലാണോ സാധനങ്ങൾ വേണ്ടത്, എന്താണോ നമ്മൾ അരിയാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് സാധനം ആ ബ്ലേഡ് നമ്മൾ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ അങ്ങ് ബാക്കിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട, ഉള്ളി അരിയാനാണെങ്കിൽ ഈ നീളത്തിൽ ബ്ലേഡുള്ള ആ ഒരു ബ്ലേഡ് ഇട്ട് കൊടുക്കുക. അപ്പൊ നല്ല നമുക്ക് കുറെ ക്വാണ്ടിറ്റി, ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കാനോ സമൂസ കട്ട്ലറ്റ് ഇങ്ങനെയൊക്കെയുള്ള റമദാൻ ടൈമിലോ അല്ലെങ്കിൽ കുറെ ഒരു ഫംഗ്ഷനോ ഒക്കെ ഉള്ളി അരിയണമെങ്കിൽ ചടപടേന്ന് പറഞ്ഞിട്ട് അരിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോ വന്നിട്ട് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്യാനാണ് വലിയ രീതിയിൽ എന്നുണ്ടെങ്കിൽ അതിന്റെ ആ ബ്ലേഡ് ഒന്ന് ഊരി കൊടുക്കുന്നു, പിന്നെ വീണ്ടും തിരിച്ചിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേറ്റ് ചെയ്യാനും എളുപ്പമാണ്. അതിന്റെ തന്നെ 2 ബ്ലേഡ്, കട്ടിയുള്ളതും കട്ടിയില്ലാത്തതും. ഇത് കട്ടിയുള്ളതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ ഈ അരിഞ്ഞത് കട്ടിയില്ലാത്ത നല്ല നേരം അതിങ്ങനെ അരിഞ്ഞു വരുന്നത് തന്നെ കാണാൻ ഒരു രസമാണ്. അപ്പൊ ഇങ്ങനത്തെ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ട് അതിൽ ചോറൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതാവുമ്പോ എന്താ വെച്ചാല് ഇതൊക്കെ നമ്മൾ ഉപ്പേരി സെപ്പറേറ്റ് വെക്കാതെ ഇങ്ങനെ ഇത് നല്ല ചോറിന്റെ കൂടെ അങ്ങ് ചേർന്ന് അലിഞ്ഞു നിന്നോളും. അപ്പൊ നല്ല രസമാണ്. ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ സാധാരണ ഈ ഒരു ഗ്രേറ്റർ ഉപയോഗിക്കാറുള്ളത്. ഇങ്ങനെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്പേരി സെപ്പറേറ്റ് ആക്കാതെ ഞാൻ അത് ഒരുമിച്ച് അതൊന്ന് വാട്ടി ഇതാക്കിയിട്ട് അതിലേക്ക് ചോറ് മിക്സ് ചെയ്യും. പിന്നെ അത് കഴുകി ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. കണ്ടോ, ഈ ഒരു പാർട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് കഴുകിയെടുക്കാം. കഴുകിയെടുത്തു കഴിഞ്ഞാൽ എപ്പോഴും പുതിയ, ഇതിപ്പോ എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ്, 8-10 വർഷമായി. പക്ഷെ എന്നാലും ഇപ്പോഴും കാണുമ്പോൾ അത് നല്ല പുതിയതുപോലെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ ഗ്രേറ്ററിന്റെ കാര്യം. ഇനി നമുക്ക് ഈ കത്തിയാണ് അടുത്ത ഫേവറേറ്റ് കത്തി. ഫേവറേറ്റ് എന്ന് പറയാൻ അതിപ്പോ സാധാരണ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു കത്തി. അത് ഞാൻ മീനോ ഇറച്ചിയോ ഒക്കെ മുറിക്കുമ്പോൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ചിക്കൻ്റെ ഒക്കെ ഇങ്ങനെ വലിയ പീസ് വെട്ടാൻ പറ്റും. പക്ഷെ എല്ല് ഭാഗങ്ങൾ വെട്ടുമ്പം അതെല്ലാം കൂടെ അതിൽ നിന്നുള്ള ഇറച്ചിയൊക്കെ ഇങ്ങനെ ഇതായി പോകും, ചിതറി പോകുന്ന പോലെ ആകെ പിങ്ങി ഇങ്ങനെ ഇതായി പോകും. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു കത്തിന്റെ ഫേവറേറ്റ് കത്തിയാന്ന് പറയാം. ഇത് ചെറിയ ആവശ്യങ്ങൾക്കും, കാണുമ്പോൾ ഇത് വലിയൊരു കത്തിയാണെങ്കിലും നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കും കണ്ടോ ഇങ്ങനെയുള്ള ചെറിയ ആവശ്യങ്ങൾക്ക്, അതായത് എല്ലോട് കൂടിയിട്ടുള്ള ഇറച്ചികൾ നമുക്ക് ഇങ്ങനെ ചെറുതാക്കി വെട്ടണമെങ്കിൽ നല്ലതാണ്.
ഇനിയിപ്പൊ എല്ലില്ലാത്ത ഇറച്ചികളൊക്കെ മുറിക്കാനാണെങ്കിൽ ഈ ഒരു കത്തി നല്ലതാണ്. അതിന് ഈ ഒരു കത്തി ധാരാളം മതിയാവും. മീൻ വെട്ടാനാവട്ടെ, ഇറച്ചി വെട്ടാനും ഒക്കെ അത് നല്ലതാണ്. പിന്നെ എല്ലുള്ള മട്ടനോ ബീഫോ എല്ലാം ആണെങ്കിലും നമുക്ക് ഈ ഓറഞ്ച് പിടിയുള്ള വലിയ കത്തി കൊണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ കുത്തി കുത്തി പെട്ടെന്ന് അങ്ങ് പണി തീരും. ഇത് പിന്നെ നമ്മളെ ഈ ഫിഷ് സ്കെയിൽ റിമൂവർ ആണ്, അതായത് നമ്മൾ ചെതുമ്പലൊക്കെ കളയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിപ്പോ അയല മീനാണ്, അപ്പൊ അതിന് ചെതുമ്പലില്ല. പക്ഷെ ഇത് ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. ഇതൊന്നുണ്ടെങ്കിലും നല്ല നാട്ടിലത്തെ ഈ കോര ടൈപ്പ് മീനുകളൊക്കെ, ചെതുമ്പലുള്ള മീനുകളൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പം അതൊന്ന് വാങ്ങി വെച്ചാലും നല്ലതാണ്. ഇതൊക്കെ ചെറിയ ചെറിയ അത്ര വിലയുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ. പിന്നെ നമുക്ക് മീൻ വെട്ടാന് സാധാരണ പോലെ വെട്ടാൻ വേണ്ടിയിട്ട് ഈ കത്തി നല്ലതാ. പിന്നെ നമുക്ക് ഇതൊന്ന് ചെറുതാക്കി വെട്ടണം എന്നുണ്ടെങ്കിൽ ഈ കത്തി വെച്ചിട്ട് ചെയ്യുമ്പോ എന്താ വെച്ചാല് നമ്മളിങ്ങനെ ആ എല്ല് ഭാഗം എത്തുമ്പോ, മുള്ളു ഭാഗം എത്തുമ്പോ നമ്മളൊന്ന് അമർത്തുമല്ലോ, അപ്പൊ അതങ്ങ് ഉടഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് മീനെ. പിന്നെ അപ്പൊ ഈ കത്തിയാണെങ്കിൽ കണ്ടോ നല്ല ബ്ലേഡ് കൊണ്ട് അരിയുന്ന പോലെ, കാരണം ഇതിന്റെ ഫ്ലഷ് ഭാഗം മുറിയുന്ന അതുപോലെ തന്നെ അതിന്റെ എല്ലും കൂടെ കൂട്ടത്തിൽ അങ്ങ് മുറിയും. അപ്പൊ അത് നല്ല ഒരു ഇതാണ്. അപ്പൊ ആ ഒരു ഓറഞ്ച് പിടിയുള്ള കത്തി ഒരുപാട് ആവശ്യത്തിന് നല്ല ഉപകാരമാണ്. എപ്പോഴും കയ്യിന്റെ തുമ്പത്ത് നമ്മൾ കരുതേണ്ട സാധനമാണ്. ഇനിയിപ്പോ അടുത്തത് നമുക്ക് സിസേഴ്സ് ആണ്. സിസേഴ്സും ഇതുപോലെ തന്നെ കുറെ കാലങ്ങളായിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാവരും ആൾക്കാരും ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്, മീൻ കട്ട് ചെയ്യാനൊക്കെ. അപ്പൊ മീൻ ഇങ്ങനെ സാധാരണ മീൻ കട്ട് ചെയ്യാനും അതിന്റെ സൈഡിലുള്ള ആ ഇതൊക്കെ ചിറകൊക്കെ കട്ട് ചെയ്യാനും എല്ലാത്തിനും നല്ലതാണ്. പിന്നെ മെയിനായിട്ട് ഇത് ചെമ്മീന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു സിസേഴ്സിന്റെ മാത്രം ആവശ്യമുള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് തല എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കത്തി കൊണ്ട് ചെയ്യുമ്പോൾ തല അങ്ങ് ചപ്പി പോവും. അപ്പൊ പിന്നെ എടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ സിസേഴ്സ് കൊണ്ടാകുമ്പോൾ അത് നല്ല ഡാമേജ് ആവാതെ നമുക്ക് ചെമ്മീന്റെ തല സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും ചെയ്യും. പിന്നെ ഈ ഒരു സിസേഴ്സ് തന്നെ മതി അതിന്റെ സൈഡിലുള്ള ആ നാരും കൂടെ കളയാൻ വേണ്ടിയിട്ട്. നമ്മൾ കത്തി വെച്ച് ഇങ്ങനെ മുറിച്ച് പിന്നെ അത് കൈകൊണ്ട് നുള്ളിയെടുത്ത് അങ്ങനെ സമയം കളയുന്നതിനെക്കാട്ടിലും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സിസേഴ്സ് വെച്ചിട്ട് ചെമ്മീൻ മുറിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ കുറെ ടൈം കളയുന്ന ഒരു സാധനമാണല്ലോ ചെമ്മീനൊക്കെ തൊലി പൊളിക്കുന്നത്. അപ്പം ഇത് കണ്ടോ, ഇങ്ങനെ ആക്കുമ്പോ അതങ്ങ് അതിലൂടെ നമ്മളങ്ങ് കട്ട് ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് പോരും. പിന്നെ ഇനി അടുത്തൊരു ഇത് പിന്നെ ഈ ഞണ്ട് മുറിക്കാൻ വേണ്ടിയിട്ടാണ്. ഞണ്ട് സാധാരണ ക്ലീൻ ആക്കാനൊക്കെ ഈ സാധാരണ കത്തി മതി. പക്ഷെ ഈ ഒരു പല്ല് കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യാറുള്ളത്? എനിക്ക് ആ ഒരു പല്ലുള്ളത് കറിയിലിടുന്നത് ഇഷ്ടമല്ല. അപ്പൊ അതൊന്ന് കൊത്തി കളയുമ്പോ അതങ്ങ് തെറിച്ച് അപ്പുറത്തെ വീട്ടില് സാധനം എത്തും അതിൻ്റെത്. അപ്പൊ അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ചുമരിലോ അവിടെ എവിടെയെങ്കിലും ആയിരിക്കും അത് തെറിച്ച് പറ്റിക്കിടക്കുന്നത്. അപ്പൊ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ കണ്ടുപിടിച്ച ഒരു സാധനമാണ്. നമ്മളെ ടൂൾ ബോക്സിൽ ഉണ്ടായിരുന്ന ഒരു ടൂളാണത്, ഇങ്ങനെ പ്ലെയർ പോലുള്ള. അപ്പൊ അത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അത് അവിടെ തന്നെ നിന്നോളൂ, എവിടെയും തെറിക്കൂല. നല്ല സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്യും. നിങ്ങൾ ഇതിന് എന്താ യൂസ് ചെയ്യാറുള്ളത്? ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഐഡിയകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ. പിന്നെ അപ്പം ഇത്രയൊക്കെയാണ് എന്റെ കത്തി വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്